നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മടവൂർ വാസുദേവൻ നായർ സ്മാരക സമിതി തിരുവല്ല സംഘടിപ്പിച്ച ഗുരുസ്മരണ 2024 സമ്മേളനം മടവൂർ വാസുദേവാശാന്റെയും കഥകളി സംഗീതജ്ഞൻ തിരുവല്ല ഗോപിക്കുട്ടൻ നായരുടെയും അനുസ്മരണവും പുരസ്കാര സമർപ്പണവും 2024 ഫെബ്രുവരി 6 ചൊവ്വാഴ്ച തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ വച്ച് നടക്കുകയുണ്ടായി. വൈഷ്ണവം കഥകളി കലാശാല ചെയർമാൻ ശ്രീ മോഹൻദാസ് സുഗന്ധി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഫോക്ലോർ കേരള സ്റ്റേറ്റ് അക്കാദമി ചെയർമാൻ ശ്രീ OS ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിശിഷ്ടാതിഥികളായി കഥകളി നടനും സീരിയൽ സിനിമ ആർട്ടിസ്റ്റുമായ ശ്രീ ബാബു നമ്പൂതിരിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് G രാമൻ നായരും പങ്കെടുത്തു. പരിശോഭിതമംബുജാക്ഷം ശ്രീവത്സലാഞ്ചിതമഹോരസമാർത്തബന്ധും ശ്രീവല്ലഭം ശ്രുതജനാർത്തിഹരം മുകുന്ദം ശ്രീവല്ലഭേശ്വരമഹം സതതമാമി. പത്മഭൂഷൺ മടവൂർ വാസുദേവൻ നായരാശാന്റെ അനുസ്മരണ ദിവസം, അദ്ദേഹത്തിൻ്റെ ചരമദിനമായ ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്നതിന് വേണ്ടി ഒരു അനുസ്മരണ യോഗമാണ് ഇവിടെ ചേർന്നിരിക്കുന്നത്. പത്മഭൂഷൺ മടവൂർ വാസുദേവൻ നായരാശാന്റെ 6ാം ചരമവാർഷികവും കഥകളി സംഗീതജ്ഞൻ ശ്രീ തിരുവല്ല ഗോപിക്കുട്ടൻ നായരുടെ 2ാം ചരമവാർഷികവും ഉൾപ്പെടുത്തിയായിരുന്നു ഇവിടെ ഈ ചടങ്ങ് നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കഥകളി രംഗത്തെ അതികായകരായ പല ഗുരുക്കന്മാരും നമ്മളെ വിട്ടുപിരിഞ്ഞു പോകുന്നു. ആ ഗുരുക്കന്മാരെ കൂടി എല്ലാ വർഷവും ഒരിക്കലെങ്കിലും സ്മരിക്കാനായി ഈ പരിപാടിയുടെ പേര് പുനർനാമകരണം ചെയ്ത് ഗുരുസ്മരണ എന്നാക്കിയിരിക്കുകയാണ്. ഗുരുസ്മരണയാണ് ഇവിടെ നടക്കുന്നത്. ഗുരു എന്ന വാക്കിന് ഭൂശബ്ദാത് അന്ധകാരസ്യ രൂശബ്ദസ്ഥം നിരോധക. എന്താണോ ജീവിതത്തിൽ നിന്ന് ആരാണോ നമ്മുടെ അന്ധകാരത്തെ അകറ്റുന്നത്, അതാണ് ഗുരു. കലയിലൂടെ ഒരു സമാജത്തിൻ്റെ ആകെ അന്ധകാരത്തെ അകറ്റിയവരെ അനുസ്മരിക്കുന്ന വലിയ ഉദാത്തമായ ഒരു ചടങ്ങാണ്. ഏറെ പ്രശസ്തനായ കഥകളി താരമാണ് ബാബു നമ്പൂതിരി സാർ. ഞാൻ ബോധപൂർവമാണ് കഥകളി താരം എന്ന വാക്ക് ഉപയോഗിച്ചത്. ഒരുപക്ഷെ ഇതിനു മുമ്പ് ആരും കഥകളി നടനെ കഥകളി താരം എന്ന് വിശേഷിപ്പിച്ച് കാണില്ല. താരം എന്നാൽ മുകളിൽ നിൽക്കുന്നതാണ്. സിനിമയിൽ ഒന്ന് അഭിനയിച്ചു കഴിഞ്ഞാൽ അപ്പോൾ താരമാവും. അദ്ദേഹത്തെ സിനിമാ താരം എന്നും കഥകളി നടനും എന്നുമായിരിക്കും പൊതുവെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. ഒരു സിനിമയിൽ അഭിനയിച്ചാൽ സിനിമയുടെ അരികു ചേർന്ന് പോയാൽ പോലും അദ്ദേഹം താരമായി മാറും. താരത്തിൻ്റെ സ്ഥാനം എപ്പോഴും മുകളിലാണ്. തന്നിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒന്നിനെയാണ് താരമായി കാണുന്നത്, ആരാധനയോടുകൂടി കാണുന്നതിനെയാണ്. താഴേക്ക് വന്നാൽ അവതാരമായി പോകും. പല അവതാരങ്ങളും താഴെ വന്ന് സമാജത്തിൻ്റെ മുഴുവൻ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് തിരിച്ചു പോയത് ഇതിഹാസങ്ങളിലും ചരിത്രങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ നാം വായിച്ചെടുക്കാറുണ്ട്. ഇത്രയും പ്രഗത്ഭന്മാരിരിക്കുന്ന ഒരു സദസ്സിൽ ഈ പറഞ്ഞ ആളുകളെ കുറിച്ച് എന്തെങ്കിലും ഒരു അനുസ്മരണമായിരിക്കും എനിക്ക് പറയേണ്ടി വരിക എന്നുള്ളത് കൊണ്ടുള്ള പേടി. കാരണം അത്രയും ഞാൻ പഠിച്ചിട്ടില്ല ഇവരെക്കുറിച്ച് പറയാൻ. എന്തെങ്കിലും പറഞ്ഞാൽ പോരല്ലോ. കലാധരനിരിക്കുന്ന സ്റ്റേജാണ്. ഇപ്പോൾ നമ്മുടെ ഉദ്ഘാടകൻ ഫോക്ലോർ അക്കാഡമിയുടെ ചെയർമാൻ ഇരിക്കുന്ന സ്റ്റേജാണ്. മറ്റു പലരും ഗുരുവര്യന്മാരിരിക്കുന്ന സ്റ്റേജാണ്. അവിടെ വച്ചൊക്കെ ചുമ്മാ അതും ഇതും പറഞ്ഞിട്ട് പോകാനുള്ളതല്ല. ഇതിൻ്റെ അകത്ത് വച്ചിരിക്കുന്ന റോള് എൻ്റെ ആശാനെ അനുമോദിക്കുക എന്നാണ്. സാധാരണ ആശാന്മാരെ ശിഷ്യന്മാരെ അനുമോദിക്കാറില്ല, അല്ലെങ്കിൽ ആടെ ഇടാറില്ല, അല്ലെങ്കിൽ അനുമോദിക്കാറില്ല. തിരിച്ചാണ് പതിവ്. കാരണം ഇതിപ്പോൾ ഒരു അസുലഭ സൗഭാഗ്യമാണ് എനിക്ക് വന്നിരിക്കുന്നത്. മഹാഭാരതത്തിലെ കുന്തി മാലി മാധവൻ നായരുടെ കുന്തി രണ്ടും രണ്ടാണെന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഇദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഇദ്ദേഹം തൃപ്പൂണിത്തുറ ഒരു പ്രസംഗത്തിന് വന്നു കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെട്ടു. അപ്പോൾ എന്നോട് ചോദിച്ചു, എനിക്കൊരു വേഷം കെട്ടണമല്ലോ, എന്താ? സംശയമില്ലാതെ ഞാൻ മറുപടി പറഞ്ഞു, ഒരു കുന്തി കെട്ടു, അങ്ങേക്കിപ്പോൾ അത് ഭാഗമാണ്. അത് കഴിഞ്ഞിട്ടാണ് ആ മോഹം തുടങ്ങിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഈ ദൃശ്യകലാരൂപമാണ് കഥകളി. അപ്പോൾ അതിൻ്റെ നാടകീയത മുറ്റുനിൽക്കുന്ന രംഗങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് കർണനും കുന്തി. ഇതെൻ്റെ ധാരണയാണ്, അറിവാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ്
ഞാൻ അദ്ദേഹത്തിനോട് അങ്ങനെ സംസാരിച്ചതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. 2018 ഫെബ്രുവരി മാസം 6-ാം തീയതിയാണ് ശ്രീ മടവൂർ വാസുദേവൻ നായർ ആശാൻ അഞ്ചലിലെ ഒരു ക്ഷേത്രാങ്കണത്തിൽ രാവണ വേഷം കെട്ടി ആടിക്കൊണ്ടിരുന്നപ്പോൾ നമ്മെ വിട്ടുപിരിഞ്ഞത്. കഥകളിയെ സ്നേഹിക്കുകയും അത് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുകയും ചെയ്ത ആ മഹാനായ കലാകാരൻ വേദിയിൽ വെച്ചാണ് നമ്മോട് വിട പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ജീവിതം എത്രമാത്രം അർത്ഥപൂർണമായിരുന്നുവെന്ന് അത് കാണിക്കുന്നു. കഥകളിയിൽ മുദ്രകൾക്കും പാട്ടിനും അഭിനയത്തിനും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വൈശിഷ്ട്യമായ ഒരു ആസ്വാദന കളിയാണ് കഥകളി. അതൊക്കെ ആസ്വദിക്കണമെങ്കിൽ മുദ്രകളും ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്. തെക്കൻ ചിട്ടയിൽ തന്നെ അദ്ദേഹം കയ്യാളിയ ഒരു മനോധർമ്മമാണ്. അതിനോട് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം. പക്ഷേ അത് തൻ്റെ ശൈലിയാണ് എന്ന് പറയാനും ആത്മവിശ്വാസത്തോടെ പ്രഖ്യാപിക്കാനും അതിൽ ഉറച്ചു നിൽക്കാനും മടവൂരാശാൻ കാണിച്ച ധീരത അഭിനന്ദനാർഹമാണ്. കേരള കലാമണ്ഡലം എന്ന സ്ഥാപനം ഉണ്ടായതോടെ കലാമണ്ഡലത്തിലെ കല്ലുപിടിച്ചിട്ട എന്നത് ഒരു ആഗോള പ്രതിഭാസമായി മാറിയതോടെ തിരുവിതാംകൂറിൽ നിന്ന് വന്ന പല വാസന സാധന സമ്പന്നരായ കലാകാരന്മാരും കല്ലുപിടിച്ചിട്ടയുടെ പ്രതീകങ്ങളായി മാറുന്നതോടെ തെക്കൻ ചിട്ടയ്ക്ക് ദക്ഷിണ കേരളത്തിൽ ഒരു കാലത്ത് പ്രഫുല്ലമായിരുന്ന തെക്കൻ കഥകളി സമ്പ്രദായത്തിന് പരോക്ഷമായൊരു ഭീഷണി നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ ഭീഷണിയെ തൻ്റെ സർഗസിദ്ധിയാൽ തൻ്റെ വ്യക്തിത്വ പ്രഭാവത്താൽ തടഞ്ഞു നിർത്തിയ ഒരു മഹാനുഭാവൻ്റെ ഓർമ്മ കൂടിയാണ് മടവൂരാശാൻ. മടവൂരാശാനെ ഓർമ്മിക്കുന്നതോടൊപ്പം കഥകളിക്ക് പ്രോത്സാഹനം കൂടി നൽകുന്ന ഇതിൻ്റെ സംഘാടകരായ ഹരിയെയും സഹപ്രവർത്തകരെയും ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. തിരുവല്ല എന്നത് കഥകളിയുടെ ഈറ്റില്ലമാണെന്ന് അർത്ഥശങ്കയ്ക്കിടവരാതെ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ആളുകളാണ് നമ്മളെല്ലാം. അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ തന്നെ ഗോവിന്ദൻകുട്ടി ആശാനെന്നോ അങ്ങനെയൊന്നും അദ്ദേഹത്തിനെ പറ്റി എനിക്ക് തോന്നുന്നില്ല ആരും പറയുമെന്ന്. കാരണം അദ്ദേഹത്തെ ആസ്വാദകരുടെ സ്വന്തമായിരുന്നു. ഓരോ ആസ്വാദകൻ്റെയും വീട്ടിലെ ഒരു അംഗമായിരുന്നു ഗോവിന്ദൻകുട്ടി ചേട്ടൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഗോവിന്ദൻകുട്ടി ആശാനല്ല, ബാക്കി നമ്മൾ കൃഷ്ണനായർ ആശാൻ, ഗോപി ആശാൻ, ഇങ്ങനെ ആശാന്മാരുടെ പരമ്പരകൾ പറയുമ്പോൾ ഗോവിന്ദൻകുട്ടി ചേട്ടൻ അവരോടോ സീനിയറോ ആയിട്ടുള്ള ആണ് എങ്കിൽ പോലും ഞാൻ കേട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളും കഥകളി ആസ്വാദകരും ഗോവിന്ദൻകുട്ടി ചേട്ടൻ എന്നാണ് പറയുന്നത്. 3/4 നൂറ്റാണ്ടു നീണ്ടു കലയുടെ കളിത്തട്ടിൽ ആശാന്റെ ആട്ടം, പൂക്കേറും കത്തിയായും പ്രണയപരവശൻ ഐഷതാധീശനായും ഭക്തൻ ശ്രീരാമദാസൻ ഹരിപതൻ നദനാം നന്ദിയായും സഹർഷം എക്കാലത്തും സ്മരിപ്പാൻ സ്മരണ പരശതം തന്നഹോ മോഹനീയം. ആരായിരുന്നു ആയാങ്കുടി കുട്ടപ്പമാരാർ എന്ന് പറയുന്ന വ്യക്തി? അദ്ദേഹത്തിന് എന്തെല്ലാം കഴിവുകളുണ്ടായിരുന്നു. സത്യത്തിൽ അതൊന്നും മറ്റുള്ള അല്ലെങ്കിൽ ആസ്വാദകർക്കോ നമ്മുടെ കൂടെ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന കലാകാരന്മാർക്ക് പോലും മുഴുവൻ അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് ഒരു സത്യം. അദ്ദേഹം 1960 ജനുവരി 1-ാം തീയതിയാണ് എന്നെ ചെണ്ട പഠിപ്പിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ അന്ന് മുതൽ 5 കൊല്ലം ആശാൻ ഇല്ലത്ത് തന്നെ താമസിച്ച് ഒരു കുടുംബാംഗത്തെ പോലെ, എൻ്റെ അച്ഛനായിരുന്നോ, എൻ്റെ ആശാനായിരുന്നോ, എൻ്റെ സഹോദരനായിരുന്നോ, അല്ലെങ്കിൽ എൻ്റെ ഒരു സഹപാഠിയായിരുന്നോ, ഒരു സുഹൃത്തായിരുന്നോ എന്നൊന്നും അറിയാൻ വയ്യാത്ത, എൻ്റെ പ്രായവും അതായിരുന്നു. എനിക്ക് 11 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം ഈ ആശാനെ ബഹുമാനിക്കേണ്ടതോ ഗുരുനാഥനെ എങ്ങനെ ബഹുമാനിക്കണം എന്നൊക്കെ ഞാൻ അറിയുന്നത് പോലും ഏതാണ്ട് ഒരു 5-6 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ്.